ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ കേട്ടിട്ട് ഒന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മളൊരു വീഡിയോ അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, അയ്യോ വെയിലടിക്കും അച്ചോടി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റണമെന്ന് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അഭ്യർത്ഥന പാലിച്ച് നമ്മൾ പേര് മാറ്റിയിട്ടുണ്ട്. ഷാലു കുട്ടാപ്പി വേൾഡ് എന്നാണ് പേര്, അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി വീഡിയോസൊക്കെ നമ്മളിനി അപ്ലോഡ് ചെയ്യും. നമ്മൾ കുഞ്ഞാപ്പൂനും കാർത്തിച്ചേട്ടായിക്കും ഒക്കെ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടും ആർക്കും ഒന്നും മെൻ്റലി ആണെങ്കിലും ഹെൽത്തിയൊക്കെ ആണെങ്കിലും ഒരു ഓക്കെ അല്ലായിരുന്നു ആരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഓക്കെ ആയി ഓണായി വരുന്നു. നല്ലടി പൊന്നു വെച്ചു അത് കഴിയണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പണിപാളി, ഗുഡ് ആഫ്റ്റർനൂൺ. മണി 12 മണിയായി, 12:30. എന്തെന്നെ ഫ്ലോ അങ്ങോട്ട് പോയി, എന്നാലും കുഴപ്പമില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലു കാർത്തി 2353. ഇത് എപ്പോഴും തെറ്റുമല്ലോ എനിക്ക്, ഷാലു കാർത്തി 2353. അതറിയാണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേനെ സ്പീഡ് കൂടി പോവും. ഞാൻ നല്ല വെയിലത്ത് നിൽക്കുകയാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതെന്താണ് ഈ പറയുക, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് എല്ലാം. വേറെ ഒന്നുമല്ല ഗൈസ്, ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ തെത്തുണി വിരിക്കാൻ വേണ്ടി പൊക്കത്ത് വന്നതാണ്. അപ്പോൾ ഓർത്തു എന്നെ ഇന്നൊരു വ്ളോഗ് ചെയ്യാം, ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് കരുതി. വേറെ നമ്മളിപ്പോൾ ഒരു പ്ലാൻ വന്നത്, അന്ന് കുട്ടേട്ടൻ പോയിട്ടില്ല, കുട്ടേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗും കൂടി ആകാമെന്ന്. ഞങ്ങളിന്ന് ഒരുപാട് നാളായി ഞാനും കുട്ടേട്ടനും പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് ഒരുപാട് നാൾ ശരിക്കും 2 മാസമായിട്ടുണ്ടാവും. എന്തില്ല എപ്പോൾ എങ്കിലും ആശുപത്രിയിൽ കുഞ്ഞുങ്ങളുള്ള അറിയാമല്ലോ, ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു കുഞ്ഞു പിള്ളേരുള്ള എവിടെയെങ്കിലൊക്കെ അസുഖം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവനായിട്ട് മിക്കപ്പോഴും ആശുപത്രി പോക്കും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും. അപ്പോൾ ഇന്ന് കുട്ടേട്ടന് 2 ദിവസമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, സാറ്റർഡേ ആൻഡ് സൺഡേ ഒക്കെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് കുട്ടേട്ടൻ ലീവ് എടുത്തു. അപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് പോകണം, കുട്ടേട്ടന് പോകണം, അവിടെ എന്താ മെഡിസിൻ എന്തോ കൊടുക്കാനുണ്ടെന്ന്, നീ വായോ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ വരാം, ഒന്നും പ്ലാനില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുട്ടിയൊരു വ്ളോഗായിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് എൻ്റെ ആ ഒരു സന്തോഷത്തിന് ഉൾപ്പെടുത്താമെന്ന് വരുന്നത്. പക്ഷേ ഒരുപാട് നാളായി ഞങ്ങൾ പോയിട്ട്, അതുകൊണ്ട് അപ്പോൾ അത് വ്ളോഗിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഇന്നൊരു കുഞ്ഞൊരു ഔട്ടിങ് ആണ്, അതിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലേ. അപ്പം നോക്കാം എങ്ങനെയാവും, ഞങ്ങൾക്കൊരു പ്ലാനിങ്ങും ഇല്ല, എങ്ങനെയാവും എന്നറിയത്തില്ല. അപ്പോൾ അയ്യോ റെഡിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ. നഖം വെട്ടുമ്പോൾ കരയണ കുട്ടികളെയല്ലേ നമ്മൾ കൂടുതലും കണ്ടിരിക്കണേ. പക്ഷേ നമ്മുടെ അല്ലുക്കുട്ടന് നഖം വെട്ടുമ്പോൾ കരയത്തേ ഇല്ല, കൈവലിക്കത്തില്ല, പിടിവലിയില്ല, ദേഷ്യമില്ല, ഒരു കുഴപ്പമില്ല. ആളിതേ നല്ല നോർമലായിട്ട് ഇങ്ങനെ ശുണ്ടരക്കുട്ടനായിട്ട് അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് തരും. കാർത്തിക ആയിരുന്നപ്പോഴും ഭയങ്കര പാടായിരുന്നു, അവനൊക്കെ ഉറങ്ങാതെ എനിക്ക് നഖം വെട്ടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമ്മുടെ അല്ലുക്കുട്ടന് ഇരിക്കുന്ന ശുണ്ടർനായിട്ട് അപ്പൊ ഇങ്ങനെ നഖം വെട്ടുമ്പോൾ പൊതുവെ പിള്ളേർ കൈ വലിക്കുക, ഇളകുക, അങ്ങനെയൊക്കെ ചെയ്യൂലോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ അങ്ങനെ ഇരിക്കുമ്പോൾ അനങ്ങാറില്ല, നന്നായിട്ടൊക്കെ ഇതുപോലെ അനങ്ങാതിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല കുട്ടിന് ഇങ്ങനെ അനങ്ങാതിരുന്ന് തരും അമ്മച്ചിട്ടും മടിയിൽ. അല്ലേ കണ്ണാ പോകാന്ന് വെച്ച് റെഡിയായി നിന്നപ്പോഴാണ് അല്ലൂഷിന്റെ കയ്യിൽ നാഹം കണ്ടത്. പോവായിരുന്നു. റെഡിയാവാൻ പോവാനോ? എവിടെ പോവാ നമ്മളെവിടെ പോവാ? എവിടെ പോവാ നമ്മള്? കാറ്റ് പോവാനോ? ഇനിയിപ്പോ കാർത്തി വന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ, അവനില്ലാതെ എന്താ ആഘോഷം. ഞങ്ങളുടെ പള്ളിപ്പുള്ളിനും കൂടെ ഞങ്ങൾ പോകത്തുള്ളൂ എവിടെ പോയാലും. അപ്പം അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. 4 മണിയാവണം അവൻ വന്നെങ്കിൽ.
അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. ഇന്ന് തക്കാളിയും പരിപ്പ് കറി, ചെറുകറിയായിരുന്നു, പിന്നെ ഉണക്കമീനുണ്ടായിരുന്നു, പിന്നെ അമ്മ ഇന്നലെ നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ നാരങ്ങാച്ചാർ. പിന്നെ കാർത്തിനെ വിളിക്കണം. അച്ഛൻ പോവാന്നറിയില്ല, ചോദിക്കണം. അച്ഛൻ പോകണമെങ്കിൽ അച്ഛൻ വിളിച്ചു, പിന്നെ ഞാൻ പോകണം. ഞാൻ പോവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അല്ലിക്കുട്ടിൻ്റെ നഖമൊക്കെ വെട്ടിയതിന് ശേഷം ഞാൻ പിന്നെ നേരെ റെഡി ആവാനായിട്ട് പോയി. നേരെ അങ്ങോട്ട് ലിപ് ബാം ഇട്ടു. എന്നും നമുക്കത് നിർബന്ധമാണല്ലോ, ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ ലിപ്സ്റ്റിക് ഇടാവുള്ളൂ എന്നാണ് പറയുന്നത് ബേസായിട്ട്. പിന്നെ നമ്മുടെ ഫേസ് സ്കാനറുടെ ഫിക്സഡ് സ്പ്രേ ആണിതേ. അപ്പോൾ മേക്കപ്പ് തിരിഞ്ഞ് സ്പ്രേ ചെയ്തപ്പോൾ തിരിഞ്ഞായിപ്പോയി, നേരെ ഗ്ലാസ്സിലൊക്കെ വീണു. പിന്നെ നേരെ അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ശാലു പോയി കാർത്തിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവനെ കൊണ്ട് വിളിക്കാൻ പോകല്ലോ എന്ന് ഓർത്തെന്നാൽ വേഗം എന്നാൽ റെഡി ആവുമായിരുന്നു. അധികം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ സമയം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ കാർത്തിനെ വിളിക്കാൻ പോകണമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ അടിപ്പാടി നിൽക്കുമായിരുന്നു. ഹലോ ഗൈസ്, എനിക്ക് റെഡിയാവുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റെഡിയായിക്കൊണ്ടിരുന്നപ്പോഴത്തേനും സമയം പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിപ്പോന്നു. എൻ്റെ ലുക്ക് ഇത്ര ഉണ്ടാവില്ല, ബാക്കി കണക്കെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ വേഗം പോന്നു. ഇനി നമുക്ക് പോകുന്നതുകൊണ്ട് റെഡിയാവണല്ലേ, റിസൾട്ട് ഇട്ടിരുന്നുകൊണ്ട് റെഡിയാവണമല്ലോ. അപ്പോൾ കാർത്തിനെ വിളിക്കാമെങ്കിൽ ഞാൻ ഓടി വന്ന് കാർത്തി വിളിച്ചിട്ട് വേണം. അങ്ങനെ നമ്മുടെ അതേ കാർത്തിക്കുട്ടനെ ഞാൻ വിളിക്കാൻ പോയേക്കുമായിരുന്നു. ദേ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ വണ്ടിക്കാണ്, കുട്ടികളുടെ ലീവ് ആയതുകൊണ്ടിട്ട് ഞാൻ വണ്ടിക്കാണ്. വണ്ടി ഇവിടെ വെച്ചിട്ട് നേരെ റോഡിലേക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയി. എനിക്ക് അല്ലെങ്കിൽ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ക്രോസ് ചെയ്ത് തരാനായിട്ട്. നമ്മുടെ കാർത്തിപ്പം വന്നു. അത് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം സമയം പോയി. ടൈം ബസ് അവിടെ ഒരു സ്കൂൾ ബസ് ആക്കി കൂടെ പോകും. അപ്പോൾ ആ ടൈം അനുസരിച്ചാണ് നമ്മളെന്നും ഇറങ്ങാറ്. അപ്പോൾ അത് പോയി, ടൈം പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞ സമയം പോയി, വേഗം പൊളിച്ചിട്ട് വന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരുങ്ങാൻ സമയം കിട്ടില്ല. വേഗം പെട്ടെന്ന് കണ്ണു എഴുതി ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെ ഓടിപ്പോകുന്നു. ഇത് നമുക്ക് റെഡിയാവണ്ടേ? എനിക്ക് കൂടുതലായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കുഞ്ഞാപ്പിനെ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട്. ഇനി ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞില്ല മെഡിസിൻ കൊടുക്കാൻ പോകണമായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഫലൂഡ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഫലൂഡ കഴിക്കും. കുട്ടേട്ടനാണെങ്കിൽ കാത്തി നെരിവരി കയറ്റിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അങ്ങനെ പപ്പയും മോനും കൂടി അവിടെ നെരിവരി കയറ്റി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേണ്ട ഇവിടെ ഒരാൾ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാപ്പിക്കാണെങ്കിൽ ഇങ്ങനെ ടേബിൾ കണ്ടുകഴിഞ്ഞാൽ താളം പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ അമ്മേൻ്റെ മടിയിലിരുന്നാണെങ്കിലും ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ താളം പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടേബിൾ കണ്ടപ്പോൾ ആൾക്കാകെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കുക. ഞങ്ങളിവിടെ ഫലൂഡ കഴിക്കാൻ വേണ്ടി വന്ന തൃപ്പൂണിത്തുറ രാജധാനിയിലാണ്. ഇവിടെ നല്ല സൂപ്പർ ഫലൂഡയൊക്കെ കിട്ടുമെന്നാണ് കുട്ടേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണ് കുട്ടേട്ടൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്കിങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ കുട്ടേട്ടൻ സ്ട്രോബെറിയും എനിക്ക് ബട്ടർ സ്കോച്ചും കാർത്തിക് വേറെ എന്തൊരു ഐറ്റമാണ്, അതിനെന്താ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ എന്താ സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ഫലൂഡയിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഫലൂഡയ്ക്ക്. അത് കുട്ടേട്ടൻ പറയും ചെയ്തത് ഇവിടുത്തെ ഫലൂഡ നല്ല സൂപ്പറാണെന്ന്. അപ്പോൾ ഇനി ഇത് കഴിക്കാത്ത ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉറപ്പായിട്ടും വന്ന് കഴിച്ചു നോക്കണേ. ഫലൂഡയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ പുതിയ കാവിലെ പാർക്കിലാണ്. കാർത്തിക് കുറേ നാളായി പറയുന്നത് പാർക്കിൽ പോകാം. ഒരുപാട് നാളെ അവനും കൊണ്ടാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാളായി ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ട്. അങ്ങനെ അവനും ആരെ ഹാപ്പി ആക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ പാർക്കിലേക്ക് ഞങ്ങൾ പോകുന്നു. അപ്പോൾ വരുന്ന വഴി നിങ്ങൾ കണ്ടുല്ലോ വീഡിയോയിൽ, അതിൻ്റെ റീൽസ് സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ സെൽഫി സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മൊബൈൽ വെച്ചിട്ടായിരുന്നു ഞാൻ വണ്ടിയിൽ വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ചത്. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ ഞാൻ അങ്ങനെ വീഡിയോ പിടിക്കട്ടെ, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പിടിക്കാൻ, മൊബൈൽ താഴെ പോരുന്നത് മാത്രമേ പറഞ്ഞു. ഞാൻ അങ്ങനെ
ഞങ്ങളും ആടാൻ പോവുകയാണ്. എന്റെ ദൈവമേ, ആട്ടാൻ പറ്റുന്നില്ലല്ലോ. പൊന്നു വാവം പപ്പയും കുഞ്ഞാപ്പൂന്ന് ഊഞ്ഞാലാടുന്നോ. ഹായ് പൊന്നുകുട്ടി, ഊഞ്ഞാലാണ്ട് വന്നു. ഒരുത്ത മഴകാണ്ടന്റെ മണ്ടയ്ക്കൊക്കെ കയറുന്നത് വീടല്ലേ. ക്ലോസ് ചെയ്തോ? ഇവിടെ എത്ര മണി വരാ? എത്ര മണിയാവും? 7 ആവണേ ഉള്ളൂ. ഹായ് ഹായ്. ഓ പിള്ളേരെ കണ്ണും മരിക്കല്ലേ. കാർത്തി, തെന്നി വീണ താഴെ വീഴൂട്ടാ. ആ പതുക്കെ, അതാഴെ ആ കുഞ്ഞുണ്ട്. ഒന്നും കൂടി തള്ളിയിട്ടടാ. സൈക്കിൾ എടുത്തോ പൊന്നുകുട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിലൊക്കെ കണ്ടു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമുക്കും ഇതിലൊക്കെ കയറണമെന്നൊക്കെ തോന്നുമല്ലേ. അതെ സത്യം. ഇപ്പൊ നമുക്ക് അല്ലേ, നല്ല രസമുണ്ടല്ലോ. എന്തോ എത്രയാന്ന് ചോദിച്ചു. എന്താ കേട്ടോ കുട്ടികളുടെ അഭിപ്രായം ഇങ്ങനെയുള്ള ഇതിലൊക്കെ കേറാനും? അതൊക്കെ ഇടണ്ടേ പിന്നെ. 40 തരണേ. ബാക്കി ബാലൻസ് മേടിച്ചിട്ട് വന്നോ കേട്ടാ. 40 രൂപ മേടിച്ചിട്ടോ. 10 രൂപ മേടിച്ചിട്ട് വന്നോ. 40 രൂപ എടുത്തിട്ട് പോക്കറ്റ് വെച്ചേക്കണേ. നീ എന്നെ അടി ആടുന്നിട്ട് വെള്ള എടി ചേക്ക ഹാപ്പി. എടി പല്ലേ നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. കാർത്തികോട് സൈക്കിൾ റേസിംഗ്. ഞാൻ ചുമ്മാ ഓടിയതാ. പതുക്കെ പോയാ മതി. പതുക്കെ പതുക്കെ. ഹായ്. ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. നൈറ്റ് ചോറ് കഴിക്കും. കുട്ടികൾക്കിപ്പോൾ ജിമ്മിൽ പോകുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും ചപ്പാത്തിയോ അപ്പമോ പുട്ടോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് അപ്പമാണ് വേസ്റ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇന്നത്തെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കൊടുക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.